എൻ്റെ പേര് പ്രിയ ജയകുമാർ എന്നാണ്. ഞാൻ ഇടുക്കി ജില്ലയിലെ ആനച്ചാൽ എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. എനിക്ക് ഒരു 10-15 വർഷമായിട്ട് മുട്ടിന് വേദനയായിരുന്നു. അപ്പോൾ എക്സ്റേ എടുത്ത് നോക്കിയപ്പം തേയ്മാനമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ഓർത്തോയിനെ കണ്ട് കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തു. അവിടെ അടുത്തുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ പോയി. പക്ഷേ അത് അന്നേരം ആ ടാബ്ലറ്റ് കഴിക്കുമ്പോൾ മാത്രം കുറയും. വീണ്ടും അതൊരു 3 മാസം കഴിയുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കും. അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് ഗുളിക കഴിക്കുമ്പോൾ മാത്രം കുറയുകയും വീണ്ടും അത് തിരികെ വരികയും ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു ദിവസം ഫേസ്ബുക്കിൽ ഇങ്ങനെ സെൻട്രൽ ലൈൻ ക്ലിനിക്കിൻ്റെ ഒരു പരസ്യം കണ്ടത്. അപ്പം ഞാൻ ഇവിടെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ ഇവർ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു തന്നു. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് ഒരു 15 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു. ഇപ്പം എനിക്ക് നല്ല മാറ്റമുണ്ട്. ആദ്യം ഒട്ടും നടക്കാൻ മേലാതെ കാലിനും 2 മുട്ടിനും നീരും വെക്കുമായിരുന്നു. കഠിനമായിട്ടുള്ള വേദനയായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഈസി ആയിട്ട് നടക്കാനും പറ്റുന്നുണ്ട്. എൻ്റെ വീട്ടടുത്തിട്ട് കയറ്റം കയറി പോകാനൊക്കെ എനിക്കിപ്പോൾ ഒരു പ്രയാസവും ഇല്ല. പിന്നെ ഇവിടെ വന്ന് ഇപ്പോൾ 6 മാസത്തോളമായി ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട്. അപ്പം നല്ല മാറ്റമുണ്ട്. പിന്നെ ഇവിടുത്തെ സ്റ്റാഫിൻ്റെയൊക്കെ നല്ല ഇടപെടലാണ്. ഡോക്ടേഴ്സിൻ്റെയൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ് ഇവർ നമ്മുടെ അടുത്ത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓപ്പറേഷൻ പോലും ഡോക്ടർ എന്നോട് പറഞ്ഞതാണ്. പക്ഷേ അതൊന്നും വേണ്ടി വന്നില്ല. നമ്മുടെ മുട്ടിനിപ്പോൾ നല്ല ബലം വെപ്പിക്കുന്ന ഒരു സംഭവം ചെയ്തു തന്നത്. അതിൽ എനിക്ക് നല്ല മാറ്റമുണ്ട്. ഞാനിപ്പോൾ വളരെ ഹാപ്പി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് എല്ലാ രീതിയിലും. എൻ്റെ പേര് ലിസി പോൾ. എനിക്ക് 68 വയസ്സായി. ഞാനൊരു ദിവസം ഇങ്ങനെ സ്പീഡിൽ നടക്കുമ്പോൾ എൻ്റെ കാല് പെട്ടെന്ന് ട്വിസ്റ്റായി. അപ്പോൾ ഇവിടെ വന്ന് ഞാനിങ്ങനെ പല സ്ഥലത്തും എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ അന്വേഷിച്ച് ഫേസ്ബുക്കിൽ എനിക്ക് ഇത് കിട്ടി. സെൻട്രൽ ലൈനിൻ്റെ പരസ്യം കണ്ട് ഞാൻ വിളിച്ചു ചോദിച്ചു. ഇവിടെ വന്ന് MRI എടുത്തു കഴിഞ്ഞപ്പോൾ പറഞ്ഞത് ലിഗമെൻറ്റ് പൊട്ടിയിട്ടുണ്ട്, മെനിസ്കസും പൊട്ടിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അതിനൊരു 15 ദിവസത്തെ PSRT ട്രീറ്റ്മെൻറ്റ് എടുത്തു. അത് കഴിഞ്ഞപ്പോൾ നല്ല വ്യത്യാസമായി, നല്ലപോലെ മാറി. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഒരു ഫോളോ അപ്പ് ഉണ്ടായിരുന്നു. അതെല്ലാം ചെയ്തു. അവരുടെ എക്സസൈസുകൾ പറഞ്ഞു തന്നു. അതെല്ലാം ചെയ്തു. ഒരു കുഴപ്പമില്ല. അത് സുഖമായിട്ട് നടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലാതെ തോന്നുന്നു. ഞാനിത് MRI എടുത്ത് കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പലരുടെ അടുത്ത് ഞാൻ ഇങ്ങനെ ചോദിച്ചു ഇത് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞപ്പോൾ 1-2 പേര് പറഞ്ഞത് സർജറി വേണ്ടി വരും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ സെൻട്രൽ ലൈനിൽ ഇത് ഫേസ്ബുക്കിൽ കണ്ടപ്പോൾ സർജറി വേണ്ടാത്ത ട്രീറ്റ്മെൻറ്റ് എന്ന് കേട്ടപ്പോൾ എനിക്കത് കൂടുതൽ താല്പര്യമായിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഇവരായിട്ട് കോൺടാക്ട് ചെയ്തിട്ടാണ് ഇവിടെ വരാൻ ഇടയായത്. എൻ്റെ പേര് ദിനിൽ. ഞാനിവിടെ കൂനമാവിലാണ്, പറവൂരടുത്താണ് വീട്. ഫീൽഡ് സ്റ്റാഫാണ്. അപ്പോൾ സെയിൽസിൻ്റെ ആവശ്യമൊക്കെയായിട്ട് എനിക്ക് യാത്രകൾ ഒരുപാട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ ഞാൻ സ്കൂട്ടറിലാണ് ഉപയോഗിച്ചിരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ റോഡിൻ്റെ അവസ്ഥയൊക്കെ അറിയാമല്ലോ. അപ്പോൾ എനിക്ക് ഒരു തവണ ഭയങ്കര കാലുവേദന വന്നു തുടങ്ങി. കാലിലൊരു തരിപ്പ് വന്നു തുടങ്ങി. കാലിൻ്റെ അടിഭാഗത്തു നിന്ന് ഒരു തരിപ്പ് വന്നു തുടങ്ങി. കാലിൻ്റെ മസിൽസിലൊക്കെ ഭയങ്കര വേദന വരാൻ തുടങ്ങി. അപ്പോൾ ഈ കാലുവേദന കൂടിയപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ ചെന്ന് MRI ചെയ്തപ്പോൾ എൻ്റെ ഈ ഡിസ്ക് ഉണ്ട്, നമ്മുടെ ഡിസ്കിൻ്റെ ഇത് തമ്മിൽ ഒരു ക്രാഷ് ആയിരിക്കണേന്. അപ്പം നമ്മുടെ നെർവ്സ്, കാലിലേക്ക് പോകുന്ന നെർവ്സ് മടങ്ങി ബൾജായിട്ടിരിക്കുക. അതൊരു രക്തോട്ടം ഇല്ല എന്നാണ് പറഞ്ഞത്. ഈ കാര്യം നിരന്തരമായിട്ടുള്ള സ്കൂട്ടർ യൂസേജ് ഒക്കെ ആണെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ജീവിത രീതിയും റോഡും എല്ലാം അതിന് കാരണമുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ഫിസിയോ ചെയ്യേണ്ടതായിട്ട് വന്നു. പക്ഷെ ഫിസിയോ പോലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു എൻ്റെ ശരീരം. അത്ര കൊണ്ട് എനിക്ക് വേദന സഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത്, എൻ്റെ സാറ് തന്നെയാണ്, അദ്ദേഹമാണ് എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത്. ഇവിടെ ഒന്ന് ചെയ്ത് നോക്കുക, നല്ല ഇതുണ്ട്, മാറ്റങ്ങൾ ഉണ്ടെന്ന് സാറിന് ചില സുഹൃത്തുക്കൾ ചെന്ന് ചെയ്ത് കാരണം അങ്ങനെ കുറവുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞാണ് ഞാനിവിടെ വന്ന് ഞാനിവിടെ റിപ്പോർട്ടെല്ലാം ഇവിടെ മേഡത്തെ ഞാൻ കാണിച്ചു. മേഡം അത് നോക്കിയിട്ട് പറഞ്ഞു നമുക്ക് ഇത് ചെയ്യാം, ട്രീറ്റ്മെന്റ് ചെയ്യാം. 25 ദിവസത്തെ ഒരു പാക്കേജ് പോലെയാണ് അത് ചെയ്യുന്നത്. 12 ദിവസം അടുപ്പിച്ച്, പിന്നീട് ആഴ്ചയിൽ 2 ദിവസം എന്നുള്ള നിലയിൽ ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്തു. അതിന്റെ കൂടെ ആദ്യം ഇത് മാത്രം ഉണ്ടായിരുന്നുള്ളൂ, ഇവിടുത്തെ ട്രീറ്റ്മെന്റ് മാത്രം ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ കൂടെ ചെറുതായിട്ട് എക്സർസൈസ് കൂട്ടി കൊണ്ടുവന്നു. ഇപ്പോൾ ഓക്കെ ആയി. ഞാൻ ബൈക്കിലേക്കൊന്ന് മാറി. ഞാൻ സ്കൂട്ടറിൽ നിന്ന് ബൈക്കിലേക്ക് മാറി. ഇപ്പോൾ എനിക്ക് ഒരു വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ എക്സർസൈസ് ഇപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഇവിടെ ഫോളോ അപ്പിന് വരുന്നുണ്ട്. അതുകൊണ്ട് എല്ലാം ഓക്കെയാണ് എനിക്ക്. കാര്യം അന്ന് കഴിഞ്ഞ ഒരു 6-7 മാസം മുന്നേ അല്ലെങ്കിൽ തുടങ്ങിയ സമയത്ത് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. കാല് ഭയങ്കര വേദനയായിരുന്നു. ഇപ്പോൾ ട്രീറ്റ്മെന്റിന് ശേഷം എനിക്ക് യാത്രകൾക്കൊന്നും ബുദ്ധിമുട്ടില്ല. വണ്ടിയെല്ലാം മാറി നല്ല ഓക്കെ ആയിട്ടാണ്. എനിക്ക് നല്ല അനുഭവമാണത്. എൻ്റെ പേര് സുമംഗലാദേവി. ഞാൻ കൂത്താട്ടോളത്തു നിന്നാണ് വരുന്നത്. എറണാകുളം ജില്ലയിൽ കൂത്താട്ടോളം. എനിക്ക് ഈ എളിക്കും നടുവിനുമാണ് വേദന തുടങ്ങി. ഞാൻ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ പോയി കണ്ടു, ഫിസിഷ്യനെ കണ്ടു. അവർ കുറേ പെയിൻ കില്ലറും അതും ഇതൊക്കെ തന്നു. അത് കഴിക്കും, പിന്നെ വേദന കുറയും. അങ്ങനെ ഇത് 2-3 പ്രാവശ്യമായി ഹോസ്പിറ്റലിൽ മാറി പതിവായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഡോക്ടറെ കണ്ടു. അത്ര എനിക്കങ്ങ് വേദന അങ്ങ് കുറഞ്ഞു. പെയിൻ കില്ലർ തീർത്തുമ്പം വീണ്ടും നടന്നു. അത് കഴിഞ്ഞ് ന്യൂറോയുടെ ഡോക്ടറെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ അവർ പറയണു MRI എടുപ്പിച്ചു. MRI എടുപ്പിച്ച് കഴിഞ്ഞപ്പം പറഞ്ഞു നട്ടലിൻ്റെ ഇടയ്ക്ക് ഞരമ്പ് ബൾജായിട്ടുണ്ട്, അപ്പം ഓപ്പറേഷൻ നടത്തണം എന്നാണ് പറഞ്ഞത്.
ഓപ്പറേഷനോട് എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല. ഓപ്പറേഷൻ ചെയ്ത് ഒന്നാമത് എൻ്റെ ശരീരം ഇത്തിരി വണ്ണിച്ചൊരു ശരീരമൊക്കെയാണ്. അത് കാരണം ഓപ്പറേഷൻ ചെയ്ത് കിടക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ്. അപ്പോഴാണ് ഞാൻ ഈ സെൻട്രൽ ലൈനെ പറ്റി അറിയുന്നത്. ഫേസ്ബുക്കിൽ കണ്ടു, അറിഞ്ഞു. അപ്പം ഞാൻ മോനോട് ഇതിനെപ്പറ്റി സംസാരിച്ചു. മോനപ്പോൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ടു. അങ്ങനെയാണ് ഞങ്ങൾ ഇവിടെ വരുന്നത്. അപ്പം ഇവിടെ വരുന്ന സമയത്തൊക്കെ എനിക്ക് നന്നായിട്ട് വേദനയുണ്ട്. ഞാൻ പെയിൻ കില്ലർ കഴിച്ചുകൊണ്ടുമാണ് ഇരുന്നത്. ഒരു 7 ദിവസം ആയപ്പോഴേക്കും ഈ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് എനിക്ക് വേദനകൾ കുറഞ്ഞു കിട്ടി. അപ്പം എൻ്റെ നടുവിൻ്റെ ആ പ്രശ്നങ്ങളെല്ലാം അങ്ങോട്ട് മാറിയായിരുന്നു. നന്നായിട്ട് കുറവുണ്ട്. സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും നല്ല പെരുമാറ്റവും രീതി. ഞങ്ങൾ സ്വന്തം വീടെന്ന് പറയുന്ന പോലെ തന്നെ ഈ മുറി താമസിച്ചു. ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സെൻട്രൽ ലൈൻ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടു. ഒരു ഹോസ്പിറ്റലിൽ താമസിക്കുക എന്നുള്ള യാതൊരു ഇതും ഇല്ലാതെ നമ്മൾ സ്വന്തം വീട്ടിൽ താമസിച്ചുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് നടത്തിയ പോലെ തന്നെ ഒരു അനുഭവമായിരുന്നു. നല്ല പെരുമാറ്റവും രീതിയും. അവരെന്ത് വേണേലും എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറയാം. അതുപോലെ അവരതിനെല്ലാം നമുക്ക് നല്ല പരിഹാരം പറഞ്ഞു തന്നും ഒക്കെ ആയിട്ട് ഞാൻ നല്ല രീതിയിൽ ഹാപ്പി ആയിരുന്നു. എൻ്റെ പേര് ഇന്ദിര. ഞാനൊരു ഹൈസ്കൂൾ അധ്യാപികയായിരുന്നു. അപ്പോൾ എനിക്ക് വീണിട്ട് പല പ്രാവശ്യമായിട്ട് വീണിട്ട് നടുവിന് വേദന വന്നു. അങ്ങനെ വേദന വന്ന ഒരു ദിവസം വീട്ടിലിരുന്നപ്പോൾ രാത്രിയൊക്കെ ആയപ്പോൾ എനിക്ക് തീരെ ഇരിക്കാനും നിൽക്കാനും കിടക്കാനും ഒന്നും പറ്റാത്തൊരവസ്ഥ വന്നപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ അവിടെ MRI ഒക്കെ എടുത്തതിന് ശേഷം പറഞ്ഞു ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഓപ്പറേഷനോട് എനിക്ക് അത്ര താല്പര്യമില്ല. എന്താണെന്ന് വെച്ചാൽ എൻ്റെ വലത്തേ കാല് ലെഗ്മെൻറ്റ് പ്രശ്നമായിട്ട് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഇടത്തേ കാലിനും അത് ചെയ്യാനായിട്ട് എനിക്ക് താല്പര്യമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താണ് ഈ ഒരു സെൻറ്ററിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞത്. അതിനോടൊപ്പം തന്നെ ഞങ്ങളുടെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരു സാറ് ഇവിടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നിരുന്നു. ആ സാറും നിർബന്ധിച്ചു ഹസ്ബൻഡിനോട് അവിടെ പോയിട്ട് വയ്യോ, നല്ല ആശ്വാസം കിട്ടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഞങ്ങളിവിടെ കോണ്ടാക്ട് ചെയ്ത് ഇവിടെ അഡ്മിറ്റായി. ഓഗസ്റ്റ് 3-ാം തീയതിയാണ് ഇവിടെ അഡ്മിറ്റായത്. 15 ദിവസം ഇവിടെ അഡ്മിറ്റായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തു. അതിനുശേഷം വീട്ടിൽ പോയി ഒരാഴ്ച കഴിയുമ്പോൾ വരാൻ പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെൻറ്റ്, അതായത് ഇവിടെ മെഡിസിനോ ഇഞ്ചക്ഷനോ അങ്ങനെയൊന്നുമില്ല. ഒക്കെ ഒരു മെഷീൻ്റെ വർക്കുകളായിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു ദോഷമൊന്നും വരുന്നില്ല. നമുക്ക് എനിക്ക് വേദന ഒട്ടും തിന്നാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അത്ര നാളും പോവാതിരുന്നത്. അപ്പോൾ ഇവിടെ വന്ന് വേദനയോ ഇഞ്ചക്ഷനോ ഇതൊന്നുമില്ല, ടാബ്ലറ്റ് അങ്ങനെയൊന്നും കഴിക്കേണ്ട ഒരു അവസ്ഥ വന്നിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ ട്രീറ്റ്മെൻറ്റിൽ ഞാൻ വളരെ കംഫർട്ടായിരുന്നു. അങ്ങനെ ഇവിടുത്തെ 15 ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞു പോയി. അതിനുശേഷം പിന്നെ ഡോക്ടർ പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ് വരാൻ പറഞ്ഞു. അപ്പോൾ എക്സസൈസ് കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ എക്സസൈസിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. തന്നെയല്ല നമ്മുടെ ഈ അസുഖം കുറേ ഭേദപ്പെട്ടു. കുറേ എന്ന് പറഞ്ഞാൽ എനിക്ക് അധികം നേരം നിൽക്കാൻ പറ്റില്ലായിരുന്നു. നിൽക്കുമ്പോഴേക്കും ഞാൻ അറിയാതെ വളഞ്ഞു പോകുമായിരുന്നു ഞാൻ. ഇപ്പം അങ്ങനെയൊന്നുമില്ല. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ ബലമായിട്ട് എനിക്ക് വീട്ടിലെ പണികളൊക്കെ ചെയ്യാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ നല്ല ആശ്വാസമുണ്ട്.